ഇപ്പോൾ സെയിൽസ്മാന് ചിലപ്പോൾ നമ്മൾ മുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ വരും, നിങ്ങൾ ഇന്നത് ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യണം, ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ സെയിൽസ്മാൻ മനസ്സിലാക്കുന്നത് ഓൺലി എൻ്റെ സെയിൽ മാത്രമാണ് എൻ്റെ ഉത്തരവാദിത്വം, ഇതൊന്നും എൻ്റേതല്ല എന്ന് വിചാരിക്കും. പക്ഷേ സെയിൽസ്മാൻ്റെ മുമ്പിലേക്ക് വരുന്നത് പോലും പക്ഷേ ഇവന് അതിൽ അല്ലാതെ ചെയ്തത് കൊണ്ട് ബാക്കിലെ ടീം അത് വെച്ച് മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടായിരിക്കും അവൻ്റെ മുമ്പിലേക്ക് ആളുകൾ വരുന്നത്. ഇതൊന്നും അവന് മനസ്സിലാവില്ല. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കൊടുത്താലേ ഒരു സെയിൽസ്മാനെ കൊണ്ട് ആ വർക്ക് ചെയ്യിപ്പിക്കുക. അപ്പോൾ സാറ് പറഞ്ഞില്ലേ, ഗെയിം അവിടെ ഗോളിയെ കൊണ്ട് ഇറങ്ങിക്കളിക്കാനും ഗോളിയെ കൊണ്ട് നിങ്ങൾ പറഞ്ഞ ഡിഫൻഡർ കളിപ്പിക്കാനും ഒക്കെ പഠിപ്പിച്ചതിന് ശേഷമല്ലല്ലോ ഗോളി എന്ന് പറഞ്ഞ സാധനം നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ സെയിൽസ്മാന് നമ്മളിത് കൊടുക്കുമ്പോൾ ഇത് വെച്ച് മാർക്കറ്റിംഗ് ടീം എന്ത് ചെയ്യുന്നു എന്നോ, ഇത് വെച്ചിട്ട് അഡ്മിൻ ടീം എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൽ എന്താണ് ഇതിൻ്റെ ഗുണം, ഇതൊന്നും നമുക്കൊരു സെയിൽസ്മാനെ പഠിപ്പിക്കാൻ പറ്റില്ല. അവനെ പഠിപ്പിക്കാൻ പറ്റും സെയിൽസ് ടീമിന് എന്താണ് കമ്പനി ഉദ്ദേശിക്കുന്നത്, നിങ്ങളിവിടെ ചെയ്യേണ്ടത് എന്നതാണ്, ഇതാണ്, ഈ സ്ട്രക്ചറാണ് നമുക്ക് വേണ്ടത്, ഈ കൾച്ചറാണ് ഷോപ്പിൻ്റെ അകത്ത് വേണ്ടത്. ഇവിടെ ഞാൻ അനുഭവിക്കുന്നൊരു കാര്യം, എന്തിനാണ് ഇത് എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഗോളിൻ്റെ ഒന്ന് വരികയാണ്. എന്തിനാണ് ഇങ്ങനെയൊക്കെ അവിടെ അവൻ അങ്ങനെ ചെയ്യണം, ഇവൻ എങ്ങനെ ചെയ്യുന്നു വന്നു കഴിഞ്ഞാൽ ആ ഫേമിനകത്ത് നല്ലൊരു കൾച്ചർ ഈ ടീമിൽ നിന്ന് കിട്ടില്ല. സാറിൻ്റെ അഭിപ്രായം എന്താ? അതെ, അത് കൾച്ചർ ഇല്ലാത്തത് കൊണ്ടാണ് ആ ചോദ്യം ചോദിക്കുന്നത്. അങ്ങനെ ഒരു കൾച്ചർ ബിൽഡ് ചെയ്യാത്തത് കൊണ്ടാണ് ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഒരു മാനേജറും നിങ്ങളുടെ ജോലി ഇതാണ്, ഇത് മാത്രം ചെയ്താൽ മതി എന്നൊരു മാനേജർ പറയുകയാണെങ്കിലും യു ഹാവ് ടു റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ്. അവരെന്താണ് പറഞ്ഞത്? ഇത് മാത്രമാണ് ജോലി എന്ന് പറയുമ്പോൾ ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങൾ, മറ്റത് ചെയ്യണ്ട എന്നല്ല പറയുന്നത്. പഠിച്ചാൽ മതിയല്ലോ, അങ്ങോട്ട് എത്തുമ്പോഴാണ് അവർക്ക് അത് അറിയാം. ഇതാണ്, നിങ്ങൾ നിങ്ങളുടെ ജോലി കറക്റ്റായിട്ട് ചെയ്യൂ. അതെ, അതിനുശേഷം നിങ്ങൾക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാം, അതെല്ലാം ആഡ് ഓൺസ് ആണ്. ഇത് ചെയ്യാതെ അത് പോയി ചെയ്യുമ്പോഴാണ് ഈ സംസാരം വരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പണിയെടുത്താൽ പോരെ, ഇത് ചെയ്യാണ്ട് അപ്പുറത്ത് പോയി എന്തെങ്കിലും കുളമാക്കുമ്പോൾ ഓബിയസ്ലി അവരവിടെ ട്രെയിൻഡ് ആയിരിക്കില്ല. തിരിച്ചു ചോദിക്കും. അല്ലാതെ ഇത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാൾ മറ്റൊരാളെ ചെന്ന് സഹായിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് അയാൾ സഹായം ചോദിക്കില്ല. അത് ആഡ് ഓൺസ് ആണ്, അത് അയാളുടെ ക്വാളിറ്റിയാണ്. എൻ്റെ പണി എടുത്തിട്ട് ബാക്കിയുള്ള സമയമാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്നുള്ളത് അയാളുടെ ഗ്രോത്തിൻ്റെ സിമ്പലാണ്. അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ടീമിലുണ്ടോ അവരാണ് നാളെ ക്യാപ്റ്റൻ സ്ഥാനത്തോട്ട് വരേണ്ടത്. അതെ, ഇപ്പോഴേ ഞാൻ അവിടെ തന്നെ നിൽക്കുകയാണ്. കാരണം എല്ലാ ബിസിനസ്സിലും, ചെറിയ ബിസിനസ്സിലും വലിയ ബിസിനസ്സിലൊന്നും ചോദിക്കാറില്ല, അവിടെ കൾച്ചർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. നമ്മുടെ ചെറിയ ബിസിനസ്സിലൊക്കെ ഇത്തരം ചോദ്യങ്ങൾ വരാറുണ്ട്. ആ കൾച്ചർ അപ്പം നമുക്ക് എങ്ങനെ ആ കൾച്ചർ ക്രിയേറ്റ് ചെയ്യണം? ഒന്ന്. രണ്ട്, നീ നിൻ്റെ പണി എടുത്താൽ മതി, ബാക്കിയുള്ള അധികം ചോദ്യം ചോദിക്കണ്ടടാ എന്ന് പറയുന്ന രീതിയിൽ ഇങ്ങനെ ഒരു കമൻറ്റ് കൊടുക്കുകയാണോ വേണ്ടത്? അതായത് എന്താണോ കമ്പനി എന്നോട് പറഞ്ഞത് അത് മാത്രം നീ ചെയ്യുക, അതാണ് നിൻ്റെ മെയിൻ പ്രകാരം എന്ന് പറയുന്നതാണോ? അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്വാളിറ്റി കൾച്ചർ എങ്ങനെ നമ്മളെ കമ്പനിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും? ശരി, ഈ പിള്ളേർ നമ്മളുടെ എംപ്ലോയീസിന് ഞാൻ പറഞ്ഞല്ലോ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുമ്പോൾ അവരുടെ കാഴ്ചകളും കാഴ്ചപ്പാടുകളും ഒക്കെ വ്യത്യസ്തമായിരിക്കും. അതെ, ഇതിനെ ഏകോപിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഒരു മാർഗം എന്ന് പറയുന്നത് അവരിലുള്ള സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുക എന്നുള്ളതാണ്. അവർ പറയാതെ പറഞ്ഞുകൊണ്ടേയിരിക്കും അവരുടെ മനസ്സിലെ കാര്യങ്ങൾ, അവരുടെ ആക്ടിവിറ്റീസിൽ അത് വ്യക്തമാണ്. നല്ല നല്ല ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ അതിനെ പുറത്തു കൊണ്ടുവരും. അവർക്ക് അതിനുള്ള കോൺഫിഡൻസ് കൊടുക്കണം. അവർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് അവർ ഉത്തരം ഡിസേർവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൊടുക്കണം. ഡിസേർവ് ചെയ്യുന്നില്ലെങ്കിൽ ഒഴിഞ്ഞു മാറില്ല വേണ്ടത്. ആ ചോദ്യത്തിനുള്ള ഉത്തരം തരാൻ സമയമായിട്ടില്ല എന്നാണ് പറയേണ്ടത്. അപ്പോഴും മറുപടിയാണ്, അതൊരു മറുപടിയാണ്. എപ്പോഴും നമ്മുടെ എംപ്ലോയീസ് ചോദിക്കുന്ന അവരുടെ കൺസേൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നൈസ് അനാലിസിസിൽ പറയുന്ന കൺസേൺസ് നമ്മൾ അഡ്രസ്സ് ചെയ്തിരിക്കണം. പരിഹാരം കാണണമെന്നല്ല പറഞ്ഞത്, ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുമ്പോഴാണ് നിങ്ങൾ ലീഡർ ആവുന്നത്. അതെ, ഒരാളെ ലീഡ് ചെയ്യാൻ കേപ്പബിൾ ആവുന്ന അയാളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുമ്പോഴാണ്. അതും ആ ലീഡർ ശ്രദ്ധിക്കേണ്ടതാണ്. അവർ ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും അവർക്ക് നമ്മൾ ഉത്തരം കൊടുത്തുകൊണ്ടേയിരിക്കണം. നീ ഇത് ചെയ്യണം, ഈ ചെയ്യുന്നത് എന്താണ്, അതുകൊണ്ടുള്ള ഗുണം കൂടെ, അതായത് നമ്മൾ പറയാ അറബിയിൽ പറയാം ഹിക്മത്ത് എന്നാണ്. ഇവിടെ ഞാൻ മനസ്സിലാക്കിയത് മനുഷ്യൻ്റെ ഒരു മനോഭാവം, അവനൊരു കാര്യം ചെയ്യടാ എന്ന് പറഞ്ഞാൽ അത് ചെയ്യില്ല. ഇതെന്തിനാണെന്നറിഞ്ഞാലേ അവന് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. ഞാൻ ഈ ചെയ്യുന്ന കാര്യം എന്തിനാണ് എന്നും കൂടെ എനിക്ക് ഇത് ഇങ്ങനെയൊക്കെ വരും എന്നറിഞ്ഞു, ലാസ്റ്റ് എനിക്ക് തന്നെ അതൊരു ഗുണം ചെയ്യും എന്നറിഞ്ഞാലേ അവൻ ചെയ്യുള്ളൂ. അതെ, അല്ലെങ്കിൽ പ്രയോറിറ്റീസ് അല്ല. ഇപ്പം അവനൊരു ഷോപ്പിനകത്ത് ചെയ്യുന്ന ചില വർക്കുകൾ ഇങ്ങനെ ചെയ്തത് കൊണ്ട് ഗുണം കിട്ടുന്നുണ്ടാവും, പക്ഷെ ഇത് ഇങ്ങനെ കിട്ടിയത് ഇതാണ് കാരണം, നിനക്ക് 3-4 കസ്റ്റമർ ഇനിയും കൂടുതൽ വരാനും നിനക്ക് പ്രോഫിറ്റബിലിറ്റി കൂട്ടാനും നിൻ്റെ ഇൻസെൻറ്റീവ് കൂടാനൊക്കെ കാരണം ഇതാണ് എന്നവനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാലേ അവന് സാറ്റിസ്ഫൈഡ് ആയിട്ട് അത് ചെയ്യുള്ളൂ. അതെ,
ഇവിടെയൊക്കെ ആ ക്ലാരിറ്റി കൊടുക്കാൻ സാറ് പറഞ്ഞ റോൾ പോലെ ക്ലാരിറ്റി ചോദ്യത്തോടെ തീർച്ചയായിട്ടും കൊടുക്കണം. ചോദ്യത്തിലൂടെ പല ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടും ഇതെന്തിനാണ് എനിക്ക് മനസ്സിലായോ ഇല്ലേ എങ്കിൽ ഇത് ഞങ്ങൾ എന്താണ് ചെയ്യുന്നുണ്ടാവുക, എങ്ങോട്ടാണ് ഇത് സെൻഡ് ചെയ്യുന്നത്, അവിടെ ഇരുന്ന് അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഐഡിയ അവർക്ക് കൊടുത്താലേ അവർ സാറ്റിസ്ഫൈഡ് ചെയ്യുള്ളൂ. അതെ. ഇവിടെയൊക്കെ രണ്ടും, അതായത് ഒരു വ്യാഖ്യാനവും കൂടെ നമ്മൾ നൽകണം. നമ്മൾ തന്നെ നൽകിയില്ലെങ്കിൽ അവർ വ്യാഖ്യാനിക്കും, അവരവരുടെ സ്റ്റോറി ഉണ്ടാക്കും, അവർ വ്യാഖ്യാനിക്കും. അവരുടെ കാഴ്ചകൾ എന്താണ് അവർ അപ്പോഴാണ് കണ്ടത് ആ രീതിയിൽ അവർ കാര്യങ്ങൾ എടുക്കുമ്പോൾ ശരിയായിക്കൊള്ളണമെന്നില്ല.